ഈ യമനിലെ ഹൂത്തികളെ വെറുതെ വിടാൻ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നില്ല. അവിടെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തുന്നു. പ്രമുഖരായ പല ഹൂത്തി നേതാക്കൾ അതുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ വന്നു. എന്താണ് വിവരം? 11 പേർ കൊല്ലപ്പെടുകയും 25 പേർക്ക് പരിക്കേൽക്കുകയുമാണ് ചെയ്തത്. അതായത് ഇസ്രായേലും യമനിലെ ഹൂത്തികളും തമ്മിലുള്ള ആക്രമണം കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്നുണ്ട്. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അതീവ രൂക്ഷമായി തുടരുന്നതിൻ്റെ ഇടയിലാണ് കഴിഞ്ഞ ദിവസം IDF ഈ ഹൂത്തികളുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക്, അവരുടെ ഈ ആയുധ സംഭരണ ശാലകളിലേക്കും കൃത്യമായ ആക്രമണം നടത്തി എല്ലാം തകർത്തു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇത് എത്രത്തോളം സത്യമാണ്, ഇതിന്റെ റിപ്പോർട്ടുകൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഇത് ചില സംശയങ്ങൾ മാത്രമാണ്. ഈ എത്ര ആയുധ സംഭരണശാലകൾ തകർത്തു എന്നും എത്ര സൈനികർ കൊല്ലപ്പെട്ടു എന്നും എത്ര ഹൂത്തികളുടെ സൈനിക കമാൻഡർമാർ കൊല്ലപ്പെട്ടു എന്നുള്ളതിന്റെ കൃത്യമായ വിവരങ്ങൾ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇത് മുൻകാലങ്ങളിൽ ഈ ഇത്തരം ആക്രമണങ്ങൾ യമനും ഇസ്രായേലും തമ്മിൽ ഉണ്ടായിരുന്നതിന്റെ ഒരു നേർചിത്രം കൂടി നമ്മൾ ഇവിടെ നോക്കേണ്ടതുണ്ട്. അതായത് സെപ്റ്റംബർ 10 യമനിലെ ഹോദ്രയ തുറമുഖത്തിന് സമീപം ഹൂത്തി സൈനികർ ഇസ്രായേൽ സൈന്യത്തിന്റെ ഒരു കപ്പൽ ലക്ഷ്യമിട്ട് മിന്നലാക്രമണം നടത്തിയിരുന്നത്. അതായത് സെപ്റ്റംബർ 10 ഒക്ടോബർ 5 ഇസ്രായേലിലെ എയ്ലാറ്റ് നഗരത്തിന് നേരെ ഹൂത്തികൾ നടത്തിയ ഡ്രോൺ ആക്രമണം ഇസ്രായേൽ സൈന്യം തകർത്തിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം യമനിൽ നിന്ന് ഇസ്രായേലിനെതിരെ കൂടുതൽ മിസൈൽ ആക്രമണങ്ങൾ നടത്തുമെന്ന് ഹൂത്തി വക്താക്കൾ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേലിന്റെ ഈ മിന്നൽ ആക്രമണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ യമനിൽ ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷൻ അവരൊരു പേരിട്ടിട്ടുണ്ട്. ലക്കി ഡ്രോപ്പ് എന്നുള്ള പേരാണ് അവർ ഇട്ടിരിക്കുന്നത്. അതായത് ഈ പറയുന്നതിന്റെ ഈ ലക്കി ഡ്രോപ്പ് എന്നവർ ഇട്ടേക്കുന്നതിന്റെ ലക്ഷ്യം ഹൂത്തിയിലെ സൈനികരെയാണ് അവർ ലക്ഷ്യമിട്ടത്. അതുകൊണ്ടാണ് സൈനികരെയും സൈനിക കമാൻഡർമാരെയാണ് അവർ ലക്ഷ്യമിട്ടത്. അതുകൊണ്ടാണ് അതിനെ ലക്കി ഡ്രോപ്പ് എന്ന് പേരിട്ടത്. ഇസ്രായേൽ പ്രതിരോധ സേന, അതായത് IDF പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം യമനിലെ ഹൂത്തി സൈനികർ ഉപയോഗിക്കുന്ന തന്ത്രപ്രധാനമായ ആയുധങ്ങളും വിവരങ്ങളും കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങളെയും അതിൽ ആ സംവിധാനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളുകളെയുമാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത്. അതുകൊണ്ടാണ് ഇതിനെ ലക്കി ഡ്രോപ്പ് എന്ന് പേരിട്ടത്. ഇതിൽ ഹൂത്തി നേതാക്കൾ, സൈനിക കമാൻഡർ, ഡ്രോൺ ഓപ്പറേറ്റർമാർ എന്നിവർ ഉൾപ്പെടുന്നു. ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം നടത്താൻ സാധ്യതയുള്ള ഗ്രൂപ്പുകളെയാണ് പ്രധാനമായും ഇസ്രായേൽ ലക്ഷ്യമിട്ടത്. അങ്ങനെ ഹൂത്തികളെ മുഴുവൻ തീർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറങ്ങി തിരിച്ച ഒരു മിന്നൽ ആക്രമണം എന്ന് തന്നെയാണ് ഈ ലക്കി ഡ്രോപ്പിനെ നമ്മളൊക്കെ കരുതുന്നത്. നമുക്കറിയാം, യമനിലെ സനയെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ഇത്തരം ഒരു മിന്നൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ നിരവധി ഹൂത്തി സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ എത്ര പേരാണ് മരണപ്പെട്ടത്, എന്തൊക്കെയാണ് ഇസ്രായേൽ അവിടെ അവരുടെ ആയുധ ശേഖരണങ്ങൾ, കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചത്, ഇതൊന്നും ഇസ്രായേൽ ഇപ്പോൾ പുറത്തു വിട്ടിട്ടില്ല. അത് ഇസ്രായേലിന്റെ സ്വാഭാവികമായ രീതി അങ്ങനെയാണ്. നേരത്തെ പേജർ ആക്രമണങ്ങളൊക്കെ നടന്നപ്പോൾ ഇസ്രായേൽ ആദ്യമൊന്നും അവരാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് പുറത്തു വിട്ടിട്ടില്ലായിരുന്നു. പിന്നീടാണത് പേജർ ആക്രമണത്തിന് പിന്നിലൊക്കെ ഇസ്രായേൽ ആണെന്ന് മനസ്സിലായത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഈ ഹൂത്തികളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഇത്തരം ഒരു ആക്രമണം നടത്തുമ്പോൾ ഇനിയും ഇത്തരം ആക്രമണം, അതായത് ഹൂത്തികളെ പൂർണ്ണമായി തീർക്കുക എന്നുള്ളത് തന്നെയായിരിക്കില്ലേ ഇസ്രായേലിന്റെ ഉദ്ദേശം? ഇസ്രായേൽ എന്തുകൊണ്ട് ഹൂത്തികളെ ലക്ഷ്യമിടുന്നു എന്നുള്ളതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഹൂത്തികൾ എന്ന് പറയുന്നത് ഇറാന്റെ പ്രോക്സി സംഘടനയാണ്. അത് മാത്രമല്ല, ഹൂത്തികൾ ഈ ഫലസ്തീനിൽ ഇടപെടുന്നുണ്ട്, ഹമാസിനെ പരോക്ഷമായി പിന്തുണയ്ക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇസ്രായേലിന് നേരെ ഹൂത്തികൾ മിസൈൽ ആക്രമണം അടക്കം മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ളതാണ്. ഈ ഇറാനിൽ ഇസ്രായേൽ സൈനിക ആക്രമണം നടത്തിയപ്പോൾ നടത്തിയപ്പോൾ ഈ ഹൂത്തികൾ അവർക്ക് ആവുന്ന പോലെ അവിടെ നിന്ന് റോക്കറ്റുകൾ തൊടുത്തുവിട്ടു, ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഹൂത്തികളെന്ന് പറയുന്നത് ഒരു ഭീകരവാദ സംഘടനകൾ തന്നെയാണ്. അവർ ഇറാൻ്റെ ആജ്ഞാനുവർത്തികളാണ്. അതുകൊണ്ട് അവരെ ഇനി വെച്ച് ഉറപ്പിക്കില്ല എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഒരു പൊതു നിലപാട്. അങ്ങനെയാണ്. ഒരു ശത്രുരാജ്യമുണ്ടെങ്കിൽ ആ ശത്രുരാജ്യത്തെ മാത്രമല്ല അവരെ പിന്തുണക്കുന്നവരെ കൂടി ലക്ഷ്യമിടുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഒരു ലൈൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഹൂത്തികൾക്കെതിരെയുള്ള ആക്രമണം ഉണ്ടായത്. ഹമാസിനെതിരെയുള്ള ആക്രമണം അങ്ങനെ തന്നെയാണ്. ഹിസ്ബുള്ള അവർക്കെതിരെയുള്ള ആക്രമണം ആ രീതിയിൽ തന്നെയാണ്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭീഷണി ഉണ്ടെങ്കിൽ അതിൻ്റെ വേരോടെ പിഴുതുകളയുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ യമൻ എന്ന് പറയുന്ന രാജ്യം, അവിടെ ഈ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഭരണകൂടമൊക്കെ ഇപ്പോൾ പോയി. അവിടെ ആ രാജ്യത്തെ ഇപ്പോൾ 3ആയിട്ട് പകുത്തെടുത്തിട്ടാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അതിലൊരു ഭാഗം ഇപ്പോൾ സന അടക്കമുള്ള മുൻ തലസ്ഥാനം അടക്കമായ സന അടക്കമുള്ള മേഖല പൂർണ്ണമായും ഹൂത്തികളാണ് ഇപ്പോൾ കൈയടക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു പരിധിവരെ ഇസ്രായേലിൻ്റെ ഇടപെടൽ
ഇപ്പോൾ ഈ സനയിൽ നടത്തുന്ന അല്ലെങ്കിൽ ഹൂത്തികൾക്കെതിരെയുള്ള ആക്രമണം നടത്തുന്നത് ചിലപ്പോൾ യമനെ അതിൻ്റെ പഴയ കാലത്തേക്ക് മടക്കി കൊണ്ടുവരാനും സഹായിച്ചു. അങ്ങനെ ഹൂത്തികൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് മറ്റൊരു അധികാര കേന്ദ്രം അല്ലെങ്കിൽ അവർ നേരത്തെ ഉള്ള പോലെ ഒരു ഭരണകൂടം പുനഃസ്ഥാപിക്കപ്പെടാം എന്നുള്ളതും ഉണ്ട്. പിന്നെ മറ്റൊന്നുകൂടി ഉണ്ട്, ചിലർ ഇങ്ങനെയും വ്യാഖ്യാനിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഈ സനയിലാണ് നമ്മുടെ നിമിഷപ്രിയ അവിടെ തടവിൽ കഴിയുന്നത്. അപ്പോൾ നിമിഷപ്രിയ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഓപ്പറേഷനാണെന്ന്, പക്ഷേ അതിലൊന്നും ഒരു അർത്ഥമില്ല. ചുമ്മാ ഇന്നലെ ആരോ അങ്ങനെ അടിച്ചു വിടുന്ന ഞാൻ കണ്ടേട്ടോ. നിമിഷപ്രിയയുടെ മോചനം ഇസ്രായേലിന്റെ കൈകളിലൂടെ സനയിൽ തീയിട്ട് സനയെ കത്തിച്ച് ഇസ്രായേലെന്നോ ഒരു കാര്യം അങ്ങനെ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാൻ ബെഞ്ചമിൻ നെതന്യാഹു എന്തിനാ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇടപെടുന്നത്? പിന്നെ പറയാൻ പറ്റില്ല, മോദിയോടുള്ള സ്നേഹം ചിലപ്പോൾ ഇന്ത്യയോടും ഉണ്ടായി, അതുകൊണ്ട് അങ്ങോട്ടെടുത്ത് വെച്ച് ചാമ്പുമായിരിക്കും. ചുമ്മാ അടിച്ചു വിടും, ഇത്രേ ഉള്ളൂ. അതായത് ഇറാനെ ടാർഗറ്റ് ചെയ്തപ്പോൾ ഇറാനെ മാത്രമല്ല, നേരത്തെ തന്നെ ഹമാസ് ഈ പറയുന്ന ഹൂത്തികൾ നേരത്തെ തന്നെ ഇസ്രയേലുമായിട്ട് ശത്രുതയുണ്ട്. നേരത്തെ പലവട്ടം ഈ ഹൂത്തികൾ ഇസ്രയേലിനെ ആക്രമിച്ചിട്ടുണ്ട്. ഈ ഇറാനിലെ സൈനിക നടപടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇസ്രയേൽ അടുത്ത പരിപാടിയായിട്ട് തുടങ്ങി വെച്ചത് ഈ ഹൂത്തികൾക്കെതിരെയുള്ള ആക്രമണമാണ്. അവരെയും നിർവീര്യമാക്കുക എന്നുള്ളത് തന്നെയാണ് കാര്യം. ഇവരെ ഇല്ലാണ്ടാക്കുക എന്നുള്ളത് വലിയ ആവശ്യമാണ്. കാരണം ഈ ഗസയിൽ ഇസ്രയേലിൻ്റെ അജണ്ട നടപ്പിലാകണമെങ്കിൽ അവിടെ ഹമാസ് ഇല്ലാണ്ടാകണം, ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഹൂത്തികൾ ഇല്ലാണ്ടാകണം. പിന്നെ ഇറാൻ സൈനികമായി സാമ്പത്തികമായി ദുർബലപ്പെടണം. സാമ്പത്തികമായി അവർ നേരത്തെ തന്നെ ദുർബലപ്പെട്ട് നിൽക്കുകയാണ്. കാര്യം അവർക്ക് ഈ അന്താരാഷ്ട്ര ഉപരോധങ്ങളുള്ളതുകൊണ്ട് ഇറാൻ്റെ ഏറ്റവും വലിയ സാധനം എണ്ണ കയറ്റുമതിയാണല്ലോ. അപ്പോൾ അതിൽ നിയന്ത്രണം വന്നു. സൈനികമായി ഇപ്പോൾ അവർ ദുർബലപ്പെട്ട് നിൽക്കുകയാണ്. കാര്യം ഒരു യുദ്ധത്തെ പോലും അതിജീവിക്കാൻ അവർക്ക് പറ്റിയില്ല. അപ്പോൾ ഇത്തരത്തിൽ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഹൂത്തികൾക്ക് ഇറാനിൽ നിന്ന് കിട്ടുന്ന പിന്തുണ ഒരു പരിധിവരെ ഇല്ലാണ്ടായേക്കും. പക്ഷേ അതിൻ്റെ ഇടയിൽ വേറെ ചില വാർത്തകൾ വന്നിരുന്നു. ഈ ഇറാൻ ചൈനയിൽ നിന്ന് കുറേ ആയുധങ്ങൾ, അവരുടെ ആണവ പരിപാടികൾ പുനരുജ്ജീവിപ്പിക്കുന്നതടക്കമുള്ള കുറേ ആയുധങ്ങൾ രഹസ്യമായി എത്തിച്ചു. പിന്നെ കുറേ റോക്കറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള, മിസൈലുകൾക്ക് വേണ്ടിയിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ചൈനയിൽ നിന്ന് രഹസ്യമായി എത്തിച്ചു എന്നുള്ള ചില വാർത്തകൾ വന്നിരുന്നു. അതിൽ ഒരു ഭാഗം ഇറാനിൽ ഔദ്യോഗികമായിട്ട് തന്നെ എത്തി, ഒരു വിഭാഗം പോയേക്കുന്നത് ഹൂത്തികളുടെ കയ്യിലേക്കാണ് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ പോലും ഇസ്രയേലിനെ പ്രതിരോധിക്കാൻ, ഇസ്രയേലിനെ നേരിടാനും മാത്രമുള്ള ആംബിയർ തൽക്കാലം ഹൂത്തികൾക്കില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടത്തിയ ഒരു ആക്രമണം ഒരു സാമ്പിൾ മാത്രമാകാനാണ് സാധ്യത. ഇതുമായി ബന്ധപ്പെട്ട് തുടർ ആക്രമണങ്ങൾ ഉണ്ടാകും. ഇസ്രയേൽ എന്താണോ അവർ പദ്ധതി ഇട്ട് അത് പൂർത്തിയാക്കിയിട്ട് അവർ അടങ്ങുള്ളൂ.